ഒരു പ്രായം കഴിയുന്ന സമയത്ത് പൊതുവെ ബോയ്സിൻ്റെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ തന്നെ സംഭവിക്കാറുണ്ട്. നമ്മളുടെ ശബ്ദത്തിൽ ഒരു ഡീപ്പർനെസ് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരികയും ചെയ്യും. പ്ലസ് നമ്മളുടെ ശരീരം കുറെ കൂടി എൻലാർജൻ, അതായത് വികസിക്കാനും വലുതാവാനും ഒക്കെ ആയിട്ട് ആരംഭിക്കും. പക്ഷേ ഇതൊരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. ഒരുപാട് ടൈം എടുത്ത് നമ്മൾ പോലും അറിയാതെ പതിയെ പതിയെ സംഭവിക്കുന്നതാണ്. സോ ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി റാൻഡമായി ഞാനൊന്ന് വായിച്ച സമയത്ത് തന്നെ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഫീൽ ചെയ്തു. സോ ഫീമെയിൽ ബോഡിയിൽ നിന്നും അവരുടെ സ്വഭാവങ്ങളിൽ നിന്നും മെയിൽസിന് എന്തൊക്കെ മാറ്റങ്ങളാണ്, മെയിൽ ബോഡിക്കും അവരുടെ സ്വഭാവത്തിനും എന്തൊക്കെ ഡിഫറൻസ് ആണ് ഉള്ളത് എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത് ഏജിങ്. സമയത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് ആർക്കും തന്നെ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. സോ അതിനനുസരിച്ച് നമുക്ക് പ്രായം കൂടി ആയിക്കൊണ്ടിരിക്കും. നമുക്ക് പ്രായമായി വരുന്നത് പലപ്പോഴും നമ്മൾ പോലും ശ്രദ്ധിച്ചു കാണില്ല. ഒരു സമയത്ത് അതിനെ പറ്റിയുള്ള ഒരു ടോപ്പിക്ക് വരുന്ന സമയത്തായിരിക്കും എനിക്ക് ഇത്രയും വയസ്സായല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിക്കുക. സോ ഇത്തരത്തിൽ പ്രായം ആവുന്ന സമയത്ത് അതിൻ്റെ ചില സൈൻസ്, അതിൻ്റെ ചില അടയാളങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മളുടെ ശരീരം തന്നെ കാണിച്ചു തുടങ്ങും. അതിൽ ചിലതാണ് നമ്മളുടെ സ്കിന്ന് കാര്യങ്ങൾ ചുളിയുന്നത്, മുടി കൊഴിയുന്നതും അല്ലെങ്കിൽ മുടി കുറച്ച് നരയ്ക്കാനായിട്ടും ഒക്കെ ആരംഭിക്കുന്നതും. പക്ഷേ സ്ത്രീകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പുരുഷന്മാരുടെ ഏജിങ് എന്നുള്ളത് വളരെയധികം സ്ലോ ആണ്. സോ ഇതിന് കാരണമായിട്ടുള്ള കണ്ടന്റാണ് നമ്മളുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള കോളജൻ. അതായത് ഈ ഒരു കോളജൻ കണ്ടന്റ് നമ്മളുടെ ശരീരത്തെ, പുരുഷ ശരീരത്തെ എപ്പോഴും കൂടുതൽ യങ് ആയി തന്നെ നിലനിർത്തുന്നു. താരതമ്യേന സ്ത്രീകളുടെ ശരീരത്തിൽ ഈ ഒരു കോളജൻ എന്നുള്ളത് കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് പെട്ടെന്ന് ഒരു പ്രായം എത്തുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ റിങ്കിൾസ് കാര്യങ്ങളൊക്കെ, അതായത് ചുളിവുകൾ കാര്യങ്ങളൊക്കെ വരാനായി ആരംഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പറയാൻ വരുന്നത് മെയിൽ ബോഡിയുടെ ഏജിങ് എന്നുള്ളത് വളരെ സ്ലോ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ കോളജൻ കണ്ടന്റ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളുടെ സ്കിന്നിനെ ശ്രദ്ധിക്കാതെ വിടുന്നതും ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ടേക്ക് കെയർ ഓഫ് യുവർ സ്കിൻ. രണ്ടാമത് ഫേഷ്യൽ ഹെയർ ആയി വരുന്ന താടി, മീശ കാര്യങ്ങളൊക്കെ. ശരിക്കും പല ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫേഷ്യൽ ഹെയർ വളർന്ന് ഒരു സ്റ്റേജിലേക്ക് വരിക എന്നുള്ളത് വളരെയധികം ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. പൊതുവെ ബോയ്സ് പ്രായപൂർത്തിയാവുന്ന സമയത്ത് നമ്മളുടെ മെയിൽ ഹോർമോണായ ടെസ്റ്റോസ്റ്റെറോൺ എന്നുള്ള ഹോർമോൺ ആക്ടിവേറ്റ് ആവാനായി ആരംഭിക്കും. സോ ഈ ഒരു ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോൺ കാരണമാണ് സ്ത്രീകളിൽ നിന്നും ഡിഫറെൻ്റ് ആയി പുരുഷന്മാർക്ക് താടി ഉണ്ടാവുന്നത്. പക്ഷേ ഇത് പലർക്കും പല രീതിയിലായിരിക്കും ഉണ്ടാവുക. ചിലർക്ക് 17, 16 ആ ഒരു പ്രായം ആവുന്ന സമയത്ത് തന്നെ ഈ ഒരു ഫേഷ്യൽ ഹെയർ ഒക്കെ വന്നു തുടങ്ങും. ചിലർക്ക് അവരുടെ 20s വരുന്നത്, ചിലർക്കാണെങ്കിൽ അവരുടെ 20s ബിഗിനിങ്ങിൽ വരും, ചിലർക്ക് മിഡിലായിരിക്കും വരുന്നത്. ഇനി ചില ശതമാനം ആളുകൾക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ 30s ഡേ, അവരുടെ 30 പ്രായത്തിൻ്റെ ബിഗിനിങ്ങിലൊക്കെ ആയിരിക്കും ഈ ഒരു ഫേഷ്യൽ ഹെയർ തന്നെ വരിക. ഈ ഒരു ഫേഷ്യൽ ഹെയർ ഉണ്ടാവുന്ന കാര്യത്തിൽ നമ്മളുടെ പാരമ്പര്യം എന്നുള്ളത് കൂടി വളരെ വലിയ ഒരു റോള് തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ താടി ഉണ്ടാവണം എന്ന് പറഞ്ഞ് പലരും അവരുടെ ടീനേജിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ഇടയ്ക്കിടയ്ക്ക്, അതായത് 3-4 ദിവസത്തിൽ അല്ലെങ്കിൽ 2 ദിവസത്തിൽ ഒരിക്കലൊക്കെ ഷേവ് ചെയ്യുന്നത്. ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത് മൂലം നമ്മളുടെ ഹെയർ ഗ്രോത്ത് പ്രോസസ്സ് എന്നുള്ളത് സ്ലോ ആവുകയാണ് ചെയ്യുന്നത്. ഒരു 4 to 5 months ഗ്യാപ്പിലൊക്കെ ഷേവ് ചെയ്യുക, അല്ലാത്ത പക്ഷം ട്രിമ്മർ യൂസ് ചെയ്ത് തന്നെ കട്ട് ചെയ്താൽ മതിയാവും. മൂന്നാമത് ആദംസ് ആപ്പിൾ. പൊതുവെ ബോയ്സ് പ്രായപൂർത്തിയായി കഴിയുന്ന സമയത്ത് അവരുടെ ഈ ഒരു തൊണ്ടയുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു ചേഞ്ചാണ് ഇവിടെ ഒരു മുഴ പോലെ വരുന്നത്. ഇത് പെൺകുട്ടികളേക്കാൾ ആൺകുട്ടികൾക്കായിരിക്കും കൂടുതലായി കണ്ടുവരുന്നതും മറ്റുമൊക്കെ. മാത്രമല്ല ഇത് ചില മെയിൽ അനിമൽസിലും കാണുന്നുണ്ട്. അതായത് മെയിൽ അനിമൽസിൻ്റെ ഈ ഒരു തൊണ്ടഭാഗത്തുണ്ടായിരുന്ന ഈ ഒരു ആദംസ് ആപ്പിൾ എന്നുള്ളത് ഫീമെയിൽ അനിമൽസിൻ്റെ ഈ ഒരു ആദംസ് ആപ്പിളിനേക്കാൾ വലുതായിരിക്കും. മനുഷ്യരുടെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. സോ അതുകൊണ്ട് തന്നെയാണ് ആണുങ്ങളുടെ ശബ്ദത്തിന് പെണ്ണുങ്ങളുടെ ശബ്ദത്തിനേക്കാൾ കൂടുതൽ ബാസ് എന്നുള്ളത് ഫീൽ ചെയ്യുന്നത്. നാലാമത് ബാൾഡ്നസ്. ഈ ഒരു കഷണ്ടി എന്നുള്ളത് പല ആണുങ്ങളുടെയും പേടി സ്വപ്നമാണ് എന്ന് തന്നെ പറയാം. സ്ത്രീകളേക്കാൾ കൂടുതലായി ആണുങ്ങളിലാണ് ഈ ഒരു കഷണ്ടി എന്നുള്ളത് കൂടുതലായും കണ്ടുവരുന്നത്. പൊതുവേ ഇപ്പോഴൊക്കെ ഒരു 20-22 പ്രായം ആവുന്ന സമയത്ത് തന്നെ പലരിലും വളരെയധികം ഹെയർ ലോസ് ഫീൽ ചെയ്യുന്നത് നമുക്ക് തന്നെ കാണാൻ സാധിക്കും. ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു ജനറേഷൻ മുമ്പ് വരേക്കും ഒക്കെ ഇത്തരത്തിൽ നല്ല രീതിയിൽ മുടി ലോസ് ആവാനൊക്കെ ആയിട്ട് ഒരു 30 ഏജെങ്കിലും മിനിമം ആവുമായിരുന്നു. പക്ഷേ ഇന്ന് ഒരു 21-22 ആവുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ ഹെയർ കാര്യങ്ങളൊക്കെ ലോസ് ആവുന്നുണ്ട് പലർക്കും.
ഈ ഒരു കഷണ്ടി എന്നുള്ളത് പാരമ്പര്യമായി ലഭിക്കുന്ന ഒന്നാണെങ്കിൽ കൂടി അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്, അൺഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാതിരിക്കുന്നത് ഇതിൽ ഈ ഒരു കഷണ്ടിക്ക് വളരെ വലിയ ഒരു റോള് തന്നെ പ്ലേ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരു മിഡിൽ ക്ലാസ് ആയിരുന്നു, നിങ്ങളുടെ മുത്തശ്ശൻ്റെ കാലം തൊട്ട് നിങ്ങൾ മിഡിൽ ക്ലാസ് ലൈഫാണ്, അല്ലെങ്കിൽ ഒരു ലോ ക്ലാസ് ലൈഫ് നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. സോ ആ ഒരു സമയത്ത് നമ്മളുടെ മുത്തശ്ശന് ഏതിലൊക്കെയാണ് വൈറ്റമിൻ എ, അതായത് നമ്മളുടെ മുടിക്ക് വേണ്ടത് ബയോട്ടിൻ, വൈറ്റമിൻ എ, വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ഇ പോലുള്ള വൈറ്റമിൻസ് ഒക്കെയാണ്. സോ നമ്മളുടെ മുത്തശ്ശന് അന്ന് ബയോട്ടിൻ, മുട്ട കാര്യങ്ങളൊന്നും അങ്ങനെ കഴിക്കുന്നുണ്ടാവില്ല, വളരെ റെയറായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അതുപോലെ വൈറ്റമിൻ എ, സി, ഇ ഒക്കെ ഏതിലാണ് ഉള്ളത് എന്നൊന്നും അറിയാതിരിക്കും. സോ ആ ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ നമ്മളുടെ മുത്തശ്ശന്, അതായത് കറക്റ്റായിട്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യാത്തത് കൊണ്ട്, മുടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാതിരുന്നത് കൊണ്ട് നമ്മളുടെ മുത്തശ്ശന് ചിലപ്പോൾ ഹെയർ ലോസ് ആയിട്ട് കഷണ്ടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. സോ ആ ഒരു സമയത്ത് അവർ എന്തായാലും നോർമലി ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ തന്നെ സാധ്യതയുണ്ടാവില്ലല്ലോ. സോ അതുപോലെ തന്നെ വളർന്നു വന്ന നമ്മളുടെ അച്ഛനും അങ്ങനെയുള്ള നമ്മളുടെ അച്ഛൻ്റെ മുടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാത്തത് കൊണ്ടും അതിനെ പറ്റിയിട്ടുള്ള വലിയൊരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടും അച്ഛൻ്റെയും മുടി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. സോ ഈ ഒരു ജനറേഷനിൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്തായിരിക്കും വിചാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരും അച്ഛൻ്റെയും മുടി നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ മുത്തശ്ശൻ്റെയും മുടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഇത് പാരമ്പര്യമായിട്ടുള്ള ഒന്നാണല്ലോ എന്നായിരിക്കും പലരും വിചാരിക്കുന്നത്. ഇവിടെയൊക്കെ പാരമ്പര്യം എന്നുള്ളത് വളരെ ഓവർ റേറ്റഡ് ആണ് എന്ന് തന്നെ പറയാം. നമ്മളുടെ മുത്തശ്ശനും മുടിക്ക് വേണ്ട കാര്യങ്ങളൊന്നും കൊടുക്കാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുടി കൊഴിയാനായിട്ടും കഷണ്ടി വരാനായിട്ടും കാരണമായത്. അതുപോലെ തന്നെയാണ് അച്ഛനും. സോ നമ്മളുടെയും മുടി കൊഴിയുന്നുണ്ട് എന്ന് പറഞ്ഞ് ഓക്കെ ഇത് പാരമ്പര്യമാണ്, എനിക്ക് എന്തായാലും ഇത് സംഭവിക്കും എന്ന് പറഞ്ഞ് അത്രയ്ക്ക് ഈസിയായി അതിനെ കാണാതിരിക്കുക. സോ അതിനാവശ്യമായിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി അത് തീർച്ചയായും കൺസ്യൂം ചെയ്യുക. അതിനുശേഷം മാത്രമേ നിങ്ങളിത് പാരമ്പര്യമാണോ അല്ലയോ എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാനായി പാടുകയുള്ളൂ. പലർക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 50 to 80 അല്ലെങ്കിൽ 100 മുടി വരേക്കും ഒക്കെ കൊഴിയുന്നത് നോർമലാണ് എന്നൊക്കെയാണ് സ്റ്റഡീസിൽ പറയുന്നത്. പക്ഷേ അതായത് നമ്മളുടെ മുടി കൊഴിഞ്ഞാലും അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഈ ഒരു സ്കാൽപ്പിൽ റീഗ്രോത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു റീഗ്രോത്ത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്. സോ അത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ റീഗ്രോത്ത് എന്നുള്ളത് തീർച്ചയായും നടക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെൽത്തി ഡയറ്റ് എന്നുള്ളതിനെ ഇനിയെങ്കിലും വളരെ സീരിയസ് ആയി കാണാനായി ആരംഭിക്കുക. 5ാമത് ലിസണിങ്. സ്ത്രീകളെ അപേക്ഷിച്ച് പൊതുവേ ആണുങ്ങളുടെ ലിസണിങ് സ്കിൽ എന്നുള്ളത് കുറച്ച് കുറവാണ്. ഇപ്പോൾ സ്ത്രീകളുടെ മുന്നിൽ 2 ആളുകൾ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഇവർ രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇതിൽ പലർക്കും, ഭൂരിഭാഗം സ്ത്രീകൾക്കും ഈ 2 കാര്യങ്ങളും ഇവർ ഒരേ സമയത്താണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ കൂടി ഈ 2 കാര്യങ്ങളും കൃത്യമായി തന്നെ ഇവരെ കൊണ്ട് ഗ്രാസ്പ് ചെയ്തെടുക്കാനായി സാധിക്കും. പക്ഷേ മെജോറിറ്റി ഓഫ് പുരുഷന്മാരെ കൊണ്ടും അത് സാധിക്കില്ല. ഇനി 6ാമത് ബിഗ് ബ്രെയിൻ, അതായത് വലിയ തലച്ചോറ്. സയൻറ്റിഫിക്കലി തന്നെ പറയുകയാണെങ്കിൽ സ്ത്രീകളെക്കാളും ബിഗ് ബ്രെയിൻ പുരുഷന്മാർക്ക് തന്നെയാണ് എന്നാണ് പറയുന്നത്. കാരണം മെയിൽ ബോഡി ഫീമെയിൽ ബോഡിയേക്കാളും വലുതാണ്. മാത്രമല്ല ഈ മസിൽ കാര്യങ്ങളൊക്കെ മെയിൽ ബോഡിയിലാണ് പെട്ടെന്ന് കാണാൻ പറ്റുക. സോ ഇത് കാരണം തന്നെ നമ്മളുടെ ബ്രെയിനിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരുപാട് ന്യൂറോൺസ് ആവശ്യമുണ്ട്. 7ാമത് എമോഷൻസ്. സ്ത്രീകളെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കൂടുതൽ പുരുഷന്മാർക്കും വളരെ കുറവ് മാത്രമേ അവർ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളെ എക്സ്പ്രസ് ചെയ്യാനായി സാധിക്കുകയുള്ളൂ. 8ാമത് തിക്ക് സ്കിൻ. ഫീമെയിൽ സ്കിന്നെ അപേക്ഷിച്ച് മെയിൽ സ്കിൻ എന്നുള്ളത് കുറെ കൂടി കൂടുതൽ തിക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു പഞ്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് മെയിൽ സ്കിന്നിന് ഒന്നും തന്നെ സംഭവിക്കില്ല. ഇതിന് കാരണവും ടെസ്റ്റോസ്റ്റെറോൺ ആണ്. സോ ഈ ഒരു ടെസ്റ്റോസ്റ്റെറോൺ കൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഒരു സ്ലോ ഏജിങ് എന്നുള്ളത് കൂടി നടക്കുന്നത്. സോ എനിവേ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായി ആഗ്രഹിച്ചത്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടി, മറ്റെന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് കൂടി നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ഓൾ.